ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കൊല്ലം തങ്കശ്ശേരിയിലുള്ള ഡീഫോർഡ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. ഓൾ കേരള ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ പ്രോഗ്രാം നടക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. ഫാഷൻ ഷോ മാത്രമല്ല കേട്ടോ, സിനിമാറ്റിക് ഡാൻസ്, പാട്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ചിത്രരചന, സ്കിറ്റ്, അങ്ങനെ ഒരുപാട് കലാകായിക പരിപാടികൾ അവിടെ നടന്നു. അപ്പം ഫാഷൻ ഷോയുടെ ജഡ്ജായിട്ടാണ് ഞാൻ ചെന്നപ്പോഴാണെങ്കിൽ പ്രോഗ്രാം കുറച്ച് ഡിലേ ആയിട്ട് ഡോക്ടേഴ്സിൻ്റെ സ്കിറ്റ് നടക്കുമായിരുന്നു. സ്കിറ്റ് അടിപൊളിയായിരുന്നു, പലതിലും ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ സ്കിറ്റിൻ്റെ തീമായിരുന്നെങ്കിലും ബാത്റൂം ക്ലീനർ ആയിരുന്നു. അപ്പം അവർ പറഞ്ഞ പല വാക്കുകളും പലതുമൊക്കെ കേട്ട് ഒരുപാട് ചിരിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം ഡോക്ടേഴ്സിൻ്റെ പാട്ടുണ്ടായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്ത് മനോഹരമായിട്ടാണെന്നറിയാമോ അവരൊക്കെ പാടുന്നത്. ഇത്രയൊക്കെ കഴിവുകൾ അവരുടെയൊക്കെ ഉള്ളിലുണ്ടല്ലോ എന്ന് ഞാൻ സ്വയം ചിന്തിച്ചു പോയി. പിന്നെ വേറൊരു കാര്യം പറയണം, അവരുടെയൊക്കെ ഒരു ബിസി ലൈഫിൽ നിന്ന് തികച്ചും മാറി നിന്ന് പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു 2 ദിവസമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. അത് പറയാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഈ ഡോക്ടേഴ്സ് പറയുന്ന പല വാക്കുകളും ഉണ്ടല്ലോ, നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ നമ്മൾ അങ്ങേയറ്റം കൂട്ടുകാരോട് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ ചില സന്ദർഭങ്ങളിൽ. അങ്ങനെയുള്ള പല വാക്കുകളും അവിടെ ഭയങ്കര ഓപ്പണായിട്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുകയാണ് ചെയ്തത്. അപ്പം അതൊക്കെ കേട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെന്താ, ഫാഷൻ ഷോ തുടങ്ങാനുള്ള ടൈമായി. ജഡ്ജ്മെൻറ്റിനായിട്ട് ഞങ്ങളിങ്ങനെ നിരന്നിരിക്കുകയാണ്. ഇത് ഫോൺ വീഡിയോ എടുക്കാൻ കൊടുത്തിട്ടിരുന്ന് അഭിനയിക്കുകയാണ് സത്യത്തിൽ. അങ്ങനെ ഫാഷൻ ഷോ തുടങ്ങി. ഈ ഒരു തീം ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതെനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ഡോക്ടേഴ്സ് ആണെങ്കിലും അവർ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നതാണെങ്കിൽ പോലും അവർ അത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം അവർക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു മേഖലയിൽ അവർ ഒരു ചുവട് വെക്കുമ്പോൾ അവർ അത്രയും ആത്മവിശ്വാസത്തോടെ മുന്നേറുമ്പോൾ നമ്മളത് സപ്പോർട്ട് കൊടുക്കണമല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരുന്നു. പിന്നെ പല ടീമുകൾ അവിടെ ഉണ്ടായിരുന്നു, കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ഇത്രയും എഫേർട്ട് അവർ അതിനകത്ത് എടുത്തിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചു. വളരെ കുറച്ച് സമയം കൊണ്ടിട്ടൊക്കെയാണ് പലരും ഇത് സെറ്റ് ഒരുക്കി എടുത്തിരിക്കുന്നത്. കൊറിയോ പഠിച്ചത് ഈ 2 ദിവസത്തിനുള്ളതാണ്. പുതിയതായിട്ട് വരുന്ന ഒരാൾ പഠിച്ചെടുക്കാൻ കുറച്ച് ടൈമൊക്കെ എടുക്കുമല്ലോ ചിലർക്ക്, എല്ലാവർക്കും എന്നല്ല ചിലർക്ക്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ തീം ഉണ്ടായിരുന്നു. എനിക്ക് ഇതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് തമാശയായിട്ടൊക്കെ തോന്നിയതാണ് ഈ കോക്രോച്ച് പാർട്ടിയുടെ ഒരു തീം വന്നതാണ്. ഇത് ഞാൻ മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. കാരണം കോക്രോച്ച് പാർട്ടി വന്നിട്ട് ഇപ്പോൾ കുറച്ചല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചിരിക്കാനൊക്കെ തോന്നി. കാരണം ഇത് ഞാൻ കട്ട് ചെയ്ത് കുറച്ച് ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അവർ ആ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്തതൊക്കെ ഭയങ്കര ഒരു നമുക്കിങ്ങനെ നമ്മളിങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കില്ല, അങ്ങനെ ഇരുന്ന് പോയി. ഫാഷൻ ഷോ ആണോ എന്ന് പോലും ഒരു നിമിഷം ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞു, സന്തോഷത്തോടെ ഞാൻ ഇറങ്ങി. ടാറ്റാ.